ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കടായി ഉണ്ടാക്കുന്ന വീഡിയോയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പകുതി വേവിൽ പൊരിച്ചെടുത്താൽ മതി, ബാക്കി നമ്മൾ മസാലയിൽ കിടന്ന് വെന്തോളും. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് വല്ലുള്ളി, പിന്നെ വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി ചതച്ചതും, പിന്നെ മല്ലിയില, ക്യാപ്സിക്കം ഒക്കെയാണ് ആവശ്യമുള്ളത് കേട്ടോ. നമുക്ക് ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് വല്ലുള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വല്ലുള്ളി കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കുക. നല്ലോണം കട്ടി കുറഞ്ഞാൽ മസാല തീരെ ഉണ്ടാവില്ല. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. നമ്മളിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമായി പോവരുത്, അപ്പം നല്ലൊരു മധുരം വരും. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മളെ ചിക്കൻ കട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കവും മല്ലിയിലേക്ക് ചേർക്കാനുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചിക്കന്. നമുക്ക് നമ്മളെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മളതിലേക്ക് നാരങ്ങ ഒഴിച്ച് കൊടുത്തിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ക്യാപ്സിക്കം എല്ലാ എടുത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണേ. അടിയിലും മേലെയൊക്കെ ക്യാപ്സിക്കം എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കടായി റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. നമ്മൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മസാല ഒന്നും ഇല്ലാതായി പോകും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.